മഹാലക്ഷ്മി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ലോപ്പസിനോടായിട്ട് മാർക്കോ പറയുന്നുണ്ട്, മഞ്ജു നമ്മുടെ പെങ്ങളാണല്ലോ, അപ്പോൾ മഞ്ജുവിനെ ഉപദ്രവിച്ച് അവനെ നമുക്ക് വെറുതെ വിടരുതെന്ന് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ലോപ്പസിനോട് പറയുന്നുണ്ട്, നിനക്ക് ടെക്സ്റ്റൈൽസ് അറിയാവോ, നമുക്ക് അവിടുത്തെ മാനേജറെ പോയി ഒന്ന് കാണണം, അവന് കൊടുക്കാനുള്ളത് എന്താണെങ്കിലും നേരിട്ട് തന്നെ എനിക്ക് കൊടുക്കണമെന്നെല്ലാം മാർക്കോ പറയുന്നുണ്ട്. അപ്പോൾ ലോപ്പസ് പറയുന്നുണ്ട്, അതിനി ഒട്ടും താമസിക്കേണ്ട, എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവിടെ പോകാമെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ടെക്സ്റ്റൈൽസിലോട്ട് എത്തുന്നുണ്ട്. അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും മാനേജറെ കാണുന്നുണ്ട്. അപ്പോൾ മാനേജർ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആരാണെന്ന്. നിനക്ക് വേണ്ടപ്പെട്ട ഒരാൾ തന്നെയാണ്, നിന്നെ ഒന്ന് അത്യാവശ്യമായിട്ട് കാണണമെന്ന് പ്രതീക്ഷ കൊണ്ടാണ് ഞാനിവിടെ വന്നതെന്നെല്ലാം പറയുന്നുണ്ട് മാർക്കോ. അപ്പോഴേക്കും മാർക്കോനെ കാണുമ്പോഴേക്കും ഇയാൾ ചോദിക്കുന്നുണ്ട്, എനിക്ക് ആരാണെന്നൊന്നും മനസ്സിലായില്ലല്ലോ, ആരാണെന്ന് തെളിച്ച് പറയാൻ പറയുന്നുണ്ട്. അതിപ്പോൾ തന്നെ നിനക്ക് മനസ്സിലായിക്കോളും ആരാണെന്നെല്ലാം മാർക്കോയും പറയുന്നുണ്ട്. മഞ്ജു എന്നൊരു ആളെ നിനക്കറിയാവോ എന്ന് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഈ മാനേജർക്കാണെങ്കിൽ കാര്യം പിടികിട്ടുന്നുണ്ട്. അപ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാതെ പറ്റിപ്പോയ ഒരു തെറ്റാണ്, അങ്ങനെ ചെയ്യരുതായിരുന്നെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി എന്നെല്ലാം പറയുന്നുണ്ട്. അതങ്ങനെ വെറുതെ മനസ്സിലായോണ്ടായില്ലല്ലോ, അത് മനസ്സിലാവേണ്ട രീതിയിൽ തന്നെ നിനക്ക് മനസ്സിലാവണം, എന്നാൽ മാത്രമേ ഇനി അങ്ങനെ ഒന്ന് ചെയ്യാൻ നിനക്ക് പറ്റാതിരിക്കുകയുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മാനേജർ പറയുന്നുണ്ട്, അയ്യോ എന്നോട് ക്ഷമിക്കണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ മാർക്കോ ആണെങ്കിൽ വിടുന്നുണ്ടോ, മാർക്കോ അയാൾക്കിട്ട് നല്ല ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. ആ ഒറ്റ കൊടുപ്പിൽ തന്നെ അയാളാണെങ്കിൽ താഴെ വീഴുന്നുണ്ട്. എന്നിട്ട് പറയുന്നത്, എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇനി ഒരിക്കലും ഒരു പെൺകുട്ടികളോടും അങ്ങനെ ചെയ്യില്ല, നീ ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് അങ്ങനെ ചെയ്തെന്ന് ഞാൻ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ പിന്നെ ഈ രീതിയിലല്ലായിരിക്കും ഞാൻ കാണുന്നതെന്നെല്ലാം പറഞ്ഞുകൊണ്ട് മാർക്കോ അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. പിന്നീട് മാർക്കോ ആണെങ്കിൽ മഞ്ജുവിൻ്റെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഞാനിപ്പോൾ മാനേജറെ കണ്ടിട്ടാണ് വരുന്നത്, അയാൾക്ക് കൊടുക്കേണ്ടത് കൈയോടെ കൊടുത്തിട്ടാണ് വരുന്നത്, അതുകൊണ്ട് ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല മഞ്ജു, നിൻ്റെ സങ്കടം മാറിയോ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോഴേക്കും മഞ്ജു പറയുന്നുണ്ട്, എന്താണെങ്കിലും മാർക്കോ ചേട്ടൻ എനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തല്ലോ, എനിക്ക് വളരെ സന്തോഷമായി എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെയാണ് ഞാൻ കണ്ണൻ സാറിനോടും മഹാലക്ഷ്മി മാഡത്തിനോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ കാര്യത്തിനെക്കുറിച്ച്, ഒരിക്കലും ചെയ്യരുതാത്ത കാര്യങ്ങളാണ് നിങ്ങൾ ആ സാഗറിനോട് ചെയ്തത്, ഇങ്ങനെ ഒരു ക്രൂരത ചെയ്യരുതായിരുന്നു എന്നെല്ലാം ഞാൻ നല്ല വർത്തമാനം വിളിച്ചു പറഞ്ഞിട്ടുണ്ടെന്നെല്ലാം പറയുന്നുണ്ട്. അത് കേൾക്കുമ്പോഴും മഞ്ജുവിനാണെങ്കിൽ സന്തോഷമാകുന്നുണ്ട്. എന്താണെങ്കിലും എനിക്ക് പറയാൻ പറ്റാത്തതെല്ലാം മാർഗോ ചേട്ടൻ പറഞ്ഞല്ലോ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മഞ്ജു സന്തോഷിക്കുന്നുണ്ട്. മാർക്കോ മാനേജറെ കൈവച്ചിട്ടുള്ള കാര്യം മേഘൻ അറിയുന്നുണ്ട്. അങ്ങനെ മേഘനാണെങ്കിൽ ആകെ പേടിക്കുന്നുണ്ട്, ഇനി എന്താണെങ്കിലും എൻ്റെ അടുത്ത് വരുമെന്നുള്ള കാര്യം ഉറപ്പായി എന്ന് മേഘന് തോന്നുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും സാഗറും മഞ്ജുവും മാർക്കോനെ അറിയിച്ചിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പം മാനേജറിൻ്റെ അടുത്ത് പോയി മാർക്കോ അയാളെ ശരിയാക്കിയിട്ട് വന്നിരിക്കുന്നത്. ഇനി അടുത്തത് എൻ്റെ അടുത്തായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മേഘൻ. അങ്ങനെ വീട്ടിലോട്ട് ഡിസ്ചാർജായി വരുന്ന കരുണയാണ് കാണിക്കുന്നത്. കരുണ വരുന്നത് കാണുമ്പോഴേക്കും മോഹിനി ഓടിച്ചെന്ന് കരുണയുടെ അടുത്ത് ചെല്ലുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ നിനക്കെല്ലാം മാറിയോ, സുഖമായോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോഴേക്കും കരുണ പറയുന്നുണ്ട്, തൊട്ട് പോകരുത് തന്നെ, എൻ്റെ അടുത്തോട്ട് നിങ്ങൾ വരരുത്, നിങ്ങളെപ്പോലെയുള്ള ഒരമ്മ ഒരാൾക്കും ഉണ്ടാകരുതെന്നെല്ലാം പറയുന്നുണ്ട് കരുണ. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്കിനി നിങ്ങളെ കാണണ്ട, നിങ്ങൾ എൻ്റെ മുന്നിൽ നിന്ന് പോകാനെല്ലാം പറഞ്ഞുകൊണ്ട് കരുണയാണെങ്കിൽ അമ്മയോട് ദേഷ്യപ്പെടുന്നുണ്ട്. അത് കാണുമ്പോഴേക്കും മോഹിനി പറയുന്നുണ്ട്, മോളെ നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുന്നതാണ്, നിന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല, എൻ്റെ മോളോട് ഞാൻ അങ്ങനെ ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ വളരെ സങ്കടപ്പെടുന്നുണ്ട്. പക്ഷേ ഇതൊന്നും കേൾക്കാൻ കരുണ തയ്യാറായില്ല. കരുണ ദേഷ്യപ്പെട്ടുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. അപ്പോഴേക്കും മോഹിനിയാണെങ്കിൽ ഉണ്ണിയോട് പറയുന്നുണ്ട്, മോനെ നീയെങ്കിലും സത്യത്തിന് നേരെ നിൽക്കണം, ഞാൻ ചെയ്യാത്ത കുറ്റത്തിനാണ് ഇവരിപ്പോൾ എന്നെ ശിക്ഷിക്കാൻ ശ്രമിക്കുന്നത്, പക്ഷേ ഞാനിതൊന്നും ചെയ്തതല്ല, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒന്നും ചെയ്തിട്ടില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മോഹിനിയാണെങ്കിൽ ഉണ്ണിയോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഉണ്ണി പറയുന്നുണ്ട്, എന്നോട് ഇതൊന്നും പറയേണ്ട കാര്യമില്ല, നിങ്ങളാണ് ഇതിനെല്ലാം കൂട്ടുനിന്നതെന്ന് എനിക്ക് മനസ്സിലായി, എൻ്റെ കുഞ്ഞാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്, എനിക്കൊരിക്കലും അത് പുറത്തു തരാൻ കഴിയില്ല, അതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു കാര്യവും പറഞ്ഞ് വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അകത്തോട്ട് കയറുന്നുണ്ട്. അപ്പോഴേക്കും പ്രതാപനും മുത്തശ്ശിയുമെല്ലാം മോഹിനിയോട് പറയുന്നുണ്ട്, നീ ഒന്നും പറയണ്ട, നിന്നെ ഒരിക്കലും ഇനി ഇവരാരും അംഗീകരിക്കില്ല, നീ അവരുടെ മുന്നിൽ നല്ലപിള്ള ചമയാൻ ശ്രമിക്കേണ്ടടി എന്നെല്ലാം പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയും പ്രതാപനും കൂടെ അകത്തോട്ട് കയറി പോകുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കണ്ട് വളരെ വിഷമത്തോട്ട് നിൽക്കുകയാണ് നമ്മുടെ മോഹിനി പറയുന്നുണ്ട്, ഞാനൊന്നും ചെയ്യാത്ത കുറ്റത്തിനാണല്ലോ ഇവരെല്ലാം എന്നെ ഇങ്ങനെ ശിക്ഷിക്കുന്നത്, ഞാനിനി എന്ത് ചെയ്യും ദൈവമേ എന്നോർത്ത് വളരെ വിഷമിച്ചു നിൽക്കുന്ന മോഹിനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. പുതിയൊരു എപ്പിസോഡിനായിട്ട് നമുക്ക് കാത്തിരിക്കാം.